ഇന്ന് നമുക്ക് ഈസി ആയിട്ട് സ്ട്രോബെറിയും ഫ്ലവറും വെച്ചിട്ട് ബുക്ക് മാർക്കായിട്ടും ബാഗ് ചാമായിട്ടുള്ള ഈസി പാറ്റേൺ നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ക്രോഷറ്റ് ഡയറി. ഇന്നിവിടെ എടുത്തിട്ടുള്ളത് അക്രലിക് യാൺസ് തന്നെയാണ്. അതുപോലെ തന്നെ 3.2 മില്ലിമീറ്റർ ഹുക്ക് സൈസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാറ്റേണിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ബിഗിനേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാം, ഇല്ലെങ്കിൽ ഇതൊന്നും കൂടി നോക്കാം. ഇതിങ്ങനെ ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം ഉള്ളിലേക്ക് ഇട്ട് 6 സിംഗിൾ ക്രോഷറ്റാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 and 6. എന്നിട്ട് ആ ഉള്ളിലുള്ള ചെറിയ ടൈല് ഞാനെടുത്തിട്ട് ഇങ്ങനെ പുറത്ത് പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടോ, അതാ ഫസ്റ്റ് സ്റ്റിച്ച് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ടിലേക്ക് കൂടി പുൾ ത്രൂ ചെയ്യുക. അതിനുശേഷം നല്ലോണം ടൈറ്റ് ആക്കുക. മറ്റേ ഫസ്റ്റ് ടൈലൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സോ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ചെറിയ യാണും കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ചിട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പം നമുക്കത് ലാസ്റ്റ് സോ ചെയ്യേണ്ടി വരില്ല. 1 ആൻഡ് രണ്ടാമത്തേൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ സ്പേസിൽ ചെയിൻ സ്പേസിൽ. ഇനി മൂന്നാമത്തേലും 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അടുത്തത് 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് ഇൻക്രീസ് ചെയ്തെടുക്കുക. ഒന്നിൽ 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ റൗണ്ട് ഫുള്ളാക്കുക. ഈ പാറ്റേൺ നമുക്ക് 3 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പാറ്റേൺ ഒന്ന് ചെയ്ത് പിന്നെ ഒരു ഇൻക്രീസിങ് കൂടി കൊടുക്കുക. 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ അത് ഇൻക്രീസ് ചെയ്തെടുത്തു. ഇനി ഫസ്റ്റ് സ്റ്റിച്ച് പോയിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടില്ലേ, അവിടെ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ മറ്റേ യാണും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. നല്ല സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് റോ തേർഡ് റോ ആണ്. തേർഡ് റോയിൽ വരുന്നത് ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അതാ നോക്കണേ, വൺസ് ആ ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്റ്റിച്ചിൽ തന്നെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ചെയിനിലും അതുപോലെ തന്നെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് 2 1 1 ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇൻക്രീസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് ഇൻക്രീസിങ് ലെവലാണത്. 1 2 ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ. അതായത് ഒന്നിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതിന് ഇൻക്രീസിങ് ലെവൽ എന്ന് പറയുക. അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക.
അത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതേപോലെ. ഇനി നെക്സ്റ്റ് റോ 1 ചെയിൻ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തേർഡ് റോയിൽ ചെയ്ത പോലെ തന്നെ 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. 1 2. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് അതേപോലെ ചെയ്യുക റോ മൊത്തമായിട്ട്. 1 1 then 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അത് ആ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 1 ചെയിൻ 1 ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സിംഗിൾ ക്രോഷ്യ. ഈച്ച് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയ്തെടുക്കുക. 1 1 1 1. എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്ലിപ്സ് ഈ റോ തീരുമ്പം 16 സിംഗിൾ ക്രോഷ്യ നമുക്ക് കിട്ടും. ഇതേപോലെ സെയിം പാറ്റേൺ 3 റോ ആണ് ചെയ്യേണ്ടത്. അതൊക്കെ ഉണ്ടാവും. 1 ചെയിൻ ഇട്ട് കൊടുത്തു. എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 റോ 16, അതായത് 3 റോ കഴിഞ്ഞാൽ നമുക്ക് 9th റോ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. സെയിം സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് 2 സിംഗിൾ ക്രോഷ്യ ഇട്ടായി 1 ഇട്ട് കൊടുത്ത്. ഇനി 2 ടുഗദർ ആണ് ചെയ്യേണ്ടത്, അതായത് ഡിഗ്രീസ് ആണ് ചെയ്യേണ്ടത്. അതപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. അതൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കുന്ന കാണിച്ചു തരാം. 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, ഇനി 2 ടുഗദർ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. കണ്ടോ. 1 2. അത് രണ്ടും കൂടിയിട്ട് ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഡിക്രീസായി. ഇതാണ് ഡിക്രീസ് ലെവൽ. അങ്ങനെ ഫുള്ളായി ചെയ്തെടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ. ഇനി നമുക്ക് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കുക. കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഫൈബർ ഫില്ലിങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പോളി ഫൈബർ ഫില്ലിങ് കോട്ടൺ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് റോ നോക്കാം. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 6 ടൈംസ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ വേണ്ട. അപ്പോൾ എന്താ ചെയ്യുക, ഫസ്റ്റ് തന്നെ 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. ഇതാ 1 ഒരു പ്രാവശ്യം ചെയ്തു. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാൻ പോയെന്ന് 2 പ്രാവശ്യം ചെയ്തു. ഇനി ഡിക്രീസ് 3 ചെയ്തു. അതുപോലെ 6 ടൈംസ് നമുക്ക് ഡിക്രീസ് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 കൊടുത്തിട്ട് യാണ് നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് വലിയ യാണാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം ടൈല്. ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും മേലെ കൂടി ബാക്ക് ലൂപ്പിലേക്ക് കൂടി ഇതേപോലെ ഇങ്ങനെ യാണ് പുൾ ത്രൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സോ ചെയ്യാം നീഡിൽ വെച്ച്. ഞാനിങ്ങനെ അധികം ചെയ്യൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞതാണ്. അതിനുശേഷം അതൊന്ന് ടൈറ്റ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ അത് മറിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ അയാണ് വെച്ച് കൊടുക്കുക. ഇതേപോലെ നോക്കണേ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കുക അയാണ്. കണ്ടോ, ഇതേപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാ നീഡിൽ വെച്ചിട്ട് സോ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്കിതിന് സീഡ് വെച്ച് കൊടുക്കാം.
അതിന് സീഡ് സോ ചെയ്യാൻ വേണ്ടി വൈറ്റ് യാൺ എടുത്തിട്ട് നമുക്ക് സീഡ് സോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു ക്രീം കളർ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലത്തെ ഒരു നീഡിൽ വെച്ചിട്ട് നമുക്ക് സോ ചെയ്തെടുക്കാം. എങ്ങനെ സോ ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ സോ ചെയ്യാം. ഓരോ റോയിലും ഇതേപോലെ വിട്ട് വിട്ട് സോ ചെയ്തെടുക്കുക. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കും ഫുള്ളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് സീഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെപ്പൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം ഗ്രീൻ യാൺ എടുത്ത് സെയിം ഹുക്ക് സൈസ് തന്നെയാണ്. ഇതേപോലെ മാജിക് റിങ് കൊടുക്കുക. 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. തേർഡ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഫോർത്ത് ചെയിനിൽ നമുക്ക് 1 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക. അതാണ് ഫോർത്ത് ചെയിൻ, ഹാഫ് ഡബിൾ. ഇനി മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ, അതാണ് നമ്മളെ മാജിക് റിങ്. ഇത് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ സെയിം പാറ്റേൺ തന്നെ 5 ടൈംസ് ചെയ്യാം. ഇതൊന്നും കൂടി കാണിച്ചു തരാം. അതായത് 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4. സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ സെയിം പാറ്റേൺ 5 ടൈംസ് ചെയ്യുക. കണ്ടോ, ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് യാൺ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ടൈറ്റ് ആക്കിയിട്ട്. ഇനി സെപ്പലും സ്ട്രോബെറിയും കൂടി ജോയിൻ ചെയ്തെടുക്കാം. സോ ചെയ്യും, നീഡിൽ വെച്ചിട്ട് സോ ചെയ്തെടുക്കാം. ഇതുപോലെ സോ ചെയ്ത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം സോ ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഞാൻ സോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ യാണ് വെച്ചിട്ട് നമുക്ക് അടുത്തത് ഫ്ലവർ മേക്ക് ചെയ്യാം. ഇനി ഇതേപോലെ മാജിക് റിങ് കൊടുക്കാം. മാജിക് റിങ് ചെയിൻ 1 10 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ. ഇതാ 1 2 3 4 5. ഇതേപോലെ 10 കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഇതിപ്പോൾ 10 കംപ്ലീറ്റ് ആയി. ഇതേപോലെ ടൈറ്റ് ആക്കി എടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 കൊടുത്തിട്ട് നമുക്ക് ഈ ആണ് കട്ട് ചെയ്യാം. കണ്ടോ, ഇത് സെൻറ്ററിൽ വരുന്നതാണ് ഫ്ലവറിൻ്റെ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു പിങ്ക് ആണ് വെച്ചിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാം. ഇതാ ഇതുപോലെ ആ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തുനിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, ചെയിൻ 2 കൊടുക്കുക. 1 2. ആ യാൺസ് എല്ലാം നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചിട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതാ നോക്കിക്കോ, 1. ആ സെയിം സ്റ്റിച്ച് തന്നെ 2. അതേപോലെ ആ ഒറ്റ സ്റ്റിച്ചിൽ വേണം നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാൻ. 3. ഇനി 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 4. 1 മോർ കൂടി ഇട്ട് കൊടുക്കുക. 5 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ നെക്സ്റ്റ് ഒന്നും കൂടി ഞാൻ പെറ്റൽ ചെയ്തെടുത്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. 1 2 3 4 and 5 ഇട്ട് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, അതുപോലെ 5 പെറ്റൽസ് ചെയ്തെടുക്കണം. ഇതാ ഒന്നുകൂടി നെക്സ്റ്റ് സ്പേസിൽ നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. 5 പെറ്റൽസ് ഉണ്ടായിരിക്കും. 3 4 and 5. ദെൻ നെക്സ്റ്റ് സ്പേസിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കും. 2 പെറ്റൽസ് കൂടി ഇതാ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ ചില ആൾ ചെയ്യും, അവിടെ ചെയ്യാൻ പാടില്ല. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ചെയിൻ ഇട്ട് കൊടുത്ത് 2 ചെയിൻ ഇട്ട് കൊടുത്തിരുന്നല്ലോ, അതിൻ്റെ ഫസ്റ്റ് ചെയിനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. കട്ട് ദ യാൺ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ യാൺസും ഹൈഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഇതാ ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക. ഗ്രീൻ യാണ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ഫ്ലവറിൻ്റെ ബാക്ക് സ്പേസിൽ ഇതേപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക, സ്ലിപ്പ് നോട്ട് പോലെ. എന്നിട്ട് ആ യാണും അതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെ നമുക്ക് 15 ചെയിൻ ഇട്ട് കൊടുക്കുക. ഓരോരോ ബുക്കും ഓരോരോ സൈസിൽ നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. ഞാൻ 15 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. ലെങ്ത് അനുസരിച്ചിട്ട് ചെയിൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 15 ചെയിൻ ഇട്ട് കൊടുത്തു. പിന്നെ അത് സ്ട്രോബെറിയുടെ സെപ്പൽസുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഫുൾ ലെവലിലായിട്ട് തന്നെ ഇതേപോലെ ചെയിൻ വെക്കണം. അത് ഞാൻ ചെറിയ ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത്. 1.2
1.5 മില്ലിമീറ്റർ ഹൂക്ക് എടുത്തിട്ട് ഇതേപോലെ സെപ്പൽസിൻ്റെ കൂടെ സ്ട്രോബെറിയുടെ സെപ്പൽസിൻ്റെ ഉള്ളിലേക്ക് കൂടി ജോയിൻ ചെയ്തെടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരിക്കലും കൂടി അതേപോലെ സെയിം ആയിട്ട് ഇപ്പുറത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ചെയിൻ 1 എടുക്കുക. ഇനി ചെയിൻ 1 ഇട്ട് കൊടുത്തിട്ട് യാണ് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്ത യാണ് നമുക്ക് സ്ട്രോബെറിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പം ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതേപോലെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യൂട്ടി ബുക്ക് മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.